ഹായ് ഹലോ നമസ്തേ. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. തിങ്കളാഴ്ച ദിവസത്തെ ഒരു ഈവനിങ് വ്ളോഗ് നമുക്ക് കാണാം. ಏನೋ ಏನು ಬೇಕು ಏನು ಬೇಕು ഞാനിവിടെ മനുഷ്യരോട് മാത്രമല്ല പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ കന്നഡയിൽ തന്നെയാണ് സംസാരിക്കാറ് കേട്ടോ. അതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത്. പിന്നെ എൻ്റെ എല്ലാ ഈവനിങ്ങും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല. എന്നാലും ചില വൈകുന്നേരങ്ങളൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ. എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ടെറസിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം നനയ്ക്കുക എന്നതാണ്. എന്നാൽ ഞാൻ ഈ ജോലി സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല കേട്ടോ. എൻ്റെ മൂഡും കാലാവസ്ഥയൊക്കെ നല്ല രീതിയിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ഈ ജോലി ഏറ്റെടുക്കാറുള്ളൂ. അല്ലാത്ത പക്ഷം ആരുടെയും തലയിൽ ഈ ജോലി ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടുന്ന് സാവധാനം ഒഴിഞ്ഞു മാറാറാണ് പതിവ്. ടെറസിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. പേരയ്ക്ക, സപ്പോട്ട, എന്തിന് തെങ്ങ് വരെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് യാഥാർത്ഥ്യം. ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് പച്ചക്കറി വാങ്ങാനാണെന്ന് കരുതണ്ട കേട്ടോ. പൂ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. വരുന്ന വഴിയിൽ നല്ല ഫ്രഷ് പച്ചക്കറി കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തു അത്രമാത്രം. ഞാനും എൻ്റെ ചെറിയ മോനും കൂടിയാണ് ഇതിനു വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ സാധാരണ വീട് വിട്ടിറങ്ങാത്തൊരു ജീവിയാണ്. എനിക്ക് എൻ്റെ വീടാണ് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുന്നത്. എന്നെ വളരെ അടുത്തറിയുന്ന കുറച്ച് പേരുണ്ട്. അവർക്ക് നന്നായിട്ടറിയാം ഞാനൊരു ഹോംലി പേഴ്സൺ ആണെന്ന്. തീർച്ചയായിട്ടും എനിക്ക് വീടാണ് സ്വർഗം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ ആൻസർ. എനിക്ക് പൊതുവെ ഈ ഷോപ്പിംഗ്, അതുപോലെ പുറത്ത് കറങ്ങി നടക്കുക, ഇതൊന്നും വലിയ താല്പര്യമില്ല. വലിയ താല്പര്യം എന്ന് പറയുന്നതിനേക്കാൾ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഇവിടുത്തെ ചിട്ടകളും ആചാരങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അതിനോടൊക്കെ എനിക്കൊരു പ്രത്യേക താല്പര്യമാണ്. പൂജയുടെ തുടക്കമായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മുടെ പ്രധാന വാതിലിൻ്റെ പടി ആദ്യം കഴുകി വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മഞ്ഞളും കുങ്കുമവും പൂവും വെച്ച് അലങ്കരിക്കും. ഇങ്ങനെയാണ് പൂജ തുടങ്ങുന്നത്. നമ്മുടെ നാട്ടിൽ ഇതൊന്നും പതിവില്ല. സാധാരണ ഒരു വിളക്ക് പടിവാതിലിൽ കത്തിക്കാറുണ്ട്, അത്രമാത്രം. അതല്ല ഇവിടുത്തെ രീതികൾ. സാധാരണ തിങ്കളാഴ്ച, അതുപോലെ വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ഇതൊരു പതിവ് കാഴ്ചയാണ് കേട്ടോ. ഞാനിതൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിച്ചെടുത്തതാണ്. നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾ ഇതൊക്കെ കാണുമ്പോൾ ചിന്തിക്കും, ഓ ഇതൊക്കെ ചെയ്യണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. ആവശ്യമോ അനാവശ്യമോ ഒന്നുമല്ല, പലരുടെയും ഇഷ്ടങ്ങളാണിത്. നമുക്ക് ഇഷ്ടമാവുന്ന ചില കാര്യങ്ങളുണ്ട്, അത് തരുന്നൊരു പോസിറ്റീവ് വൈബ് ഉണ്ട്. അതുപോലെ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ വീട്ടിൽ. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ബ്രാസ് ഐറ്റംസ് ആയിരിക്കും. കാരണം എനിക്ക് ഇതിനോടൊരു പ്രത്യേക താല്പര്യമാണ്. പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന്. അത് വല്ലാത്തൊരു കഥയാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ. ഈ പൂജാ റൂമൊക്കെ അലങ്കരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമുള്ള കാര്യമാണ് കേട്ടോ. അതായത് വിവിധതരം പൂക്കൾ വെച്ച് അലങ്കരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലൊന്നും ഇത്രയും വെറൈറ്റി പൂക്കൾ എല്ലാ സമയത്തും ലഭിക്കില്ല. പ്രത്യേകിച്ച് ഓണത്തിനോ അങ്ങനെയൊക്കെയുള്ള വിശേഷ ദിവസങ്ങളിൽ മാത്രമേ കിട്ടൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. എല്ലാ സമയത്തും ഈ നല്ല ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ അവൈലബിൾ ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിൽ മാത്രമുള്ള പതിവാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ല കേട്ടോ. കർണാടകയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ വീടുകളിലും ഇതൊരു പതിവ് കാഴ്ചയാണ്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് ഇവിടുത്തെ ചില ആചാരങ്ങളും ചിട്ടകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതിനോടൊരു പ്രത്യേക സ്നേഹമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പം എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് ഇവിടുത്തെ ജീവിത രീതി തന്നെയാണ്. കേട്ടിട്ടില്ലേ, ചില സാഹചര്യങ്ങൾ, ചില ചുറ്റുപാടുകൾ, ചില നല്ല മനുഷ്യർ നമ്മളെ ഒരുപാട് നല്ല രീതിയിൽ സ്വാധീനിക്കുമെന്ന്. അതുപോലെ തന്നെയാണ് ഇതും. എന്നിലുണ്ടായ നല്ല നല്ല മാറ്റങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെയുള്ള ആൾക്കാരും ഇവിടുത്തെ ചിട്ടകളും രീതികളും എല്ലാം ഒരു കാരണം തന്നെയാണ്. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ എന്തൊരു മാറ്റമാണല്ലേ. 18കളിൽ ഞാൻ ചിന്തിച്ചതുപോലെയല്ല ഇന്ന് ഞാൻ ചിന്തിക്കുന്നത്. എനിവേ, എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക കേട്ടോ. കേട്ടിട്ടില്ലേ, നമ്മുടെയൊക്കെ ഈ ജീവിതം പലരുടെയും സ്വപ്നങ്ങൾ മാത്രമാണെന്ന്. അതുകൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. പറഞ്ഞ് ഞാൻ കാട് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിവേ, നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ നിർത്താം. ഇന്ന് ഈ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ബാൽക്കണിയിൽ പോയപ്പം എനിക്കൊരു നല്ല 2 ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ പറ്റി. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു അരമണിക്കൂറിൻ്റെ ഡിഫറൻസിലാണെന്ന് തോന്നുന്നു ഞാൻ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തത്. എനിക്ക് ഈ മൊബൈൽ ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടമാണ്. കാലാവസ്ഥയിലുള്ള മാറ്റം കൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഫോട്ടോ 2 രീതിയിൽ എടുക്കാൻ പറ്റിയത്. ഒന്ന് ഒരു ക്ലൗഡി വെതർ പോലെയാണുള്ളത്, മറ്റൊന്ന് നല്ല ക്ലിയർ സ്കൈ ആണുള്ളത്.
ഇന്നത്തെ ഈ ഈവനിങ് വ്ളോഗ് ഞാനിവിടെ നിർത്തുകയാണ് കേട്ടോ. കാരണം എൻ്റെ അടുത്ത ഡ്യൂട്ടി അടുക്കളയിലാണ്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഒതുക്കി വെക്കാനുണ്ട്. ഇല്ലെങ്കിൽ നാളത്തെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. സോ എൻ്റെ വീഡിയോ കാണാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കർണാടകയിലുള്ള നല്ല നല്ല വിശേഷങ്ങളും എൻ്റെ നല്ല പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.